ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ബിലീവ് സിസ്റ്റം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മനസ്സിൻ്റെ വിശ്വാസ വ്യവസ്ഥയാണ് ബിലീവ് സിസ്റ്റം. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് അനുഭവിച്ചറിയാനാവുന്ന കാര്യങ്ങളെല്ലാം ബിലീവ് സിസ്റ്റമാണ്. മനുഷ്യത്വത്തിൻ്റെയും മനുഷ്യത്വമില്ലായ്മയുടെയും അടിസ്ഥാന തത്വമാകുന്നത് ബിലീവ് സിസ്റ്റമാണ്. അങ്ങനെയാണെങ്കിൽ ബിലീവ് സിസ്റ്റമാണ് മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഒക്കെ മാതൃകയും അടിസ്ഥാനമൊക്കെയായി മാറുന്നത്. കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിക്കുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നമ്മൾ സബ് കോൺഷ്യസിൽ അതുപോലെ തന്നെ ശരിയും തെറ്റുമായ ബിലീഫ് സിസ്റ്റമാക്കി മാറ്റുകയാണ് ചെയ്യുക. സന്തോഷവും ദുഃഖവും ഒക്കെ ഇടകലർന്ന ജീവിതത്തിൽ അറിവില്ലായ്മയിലൂടെ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് വ്യാകുലതകളുണ്ട്, ആകുലതകളുണ്ട്, ആശങ്കകളുണ്ട്. ഇതൊക്കെ നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് തടസ്സങ്ങളുണ്ടാക്കുമ്പോൾ സ്വന്തം ബിലീഫ് സിസ്റ്റം തന്നെയാണ് പ്രശ്നങ്ങളാകുന്നതും പരിഹാരമാകുന്നതും ഒക്കെ. പ്രശ്നങ്ങളുണ്ടാക്കുന്നത് തെറ്റായ ബിലീഫ് സിസ്റ്റമാണെങ്കിൽ ശരിയായ ബിലീഫ് സിസ്റ്റമാണ് അതിന് പരിഹാരമുണ്ടാക്കി നൽകുന്നത്. തെറ്റായ അറിവുകളുടെ ഇൻപുട്ട് ഫീഡുകൾ തെറ്റായ പ്രോഗ്രാമായി മാറും. തെറ്റായ ഫീഡുകൾ ഫീഡ്ബാക്ക് മോശമാക്കുകയും ചെയ്യും. നമ്മുടെ ആക്ഷൻ സിസ്റ്റത്തിൻ്റെ ആക്സസ് സ്ലോ ആക്കുകയോ തടസ്സപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന ബിലീഫ് സിസ്റ്റമാണ് നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നത്. ആശയക്കുഴപ്പവും സ്ട്രെസ്സും ടെൻഷനും ഡിപ്രഷനും ഗിൽറ്റും ഫ്രസ്ട്രേഷനും ഒക്കെ ഈ പറയുന്ന നെഗറ്റീവ് ബിലീഫ് സിസ്റ്റത്തിൻ്റെ ബേസിലുണ്ടാകുന്നതാണ്. ബിലീഫ് സിസ്റ്റം നമുക്ക് അനുകൂലമായി മാറ്റണമെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അഫർമേഷൻ, ഓട്ടോ സജഷൻ, സെൽഫ് കമാൻഡുകൾ, റിക്വസ്റ്റുകൾ, ഡെക്ലറേഷനുകൾ തുടങ്ങി ഒരുപാട് മെത്തേഡുകളുണ്ട്. നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ കൺട്രോളിനായിട്ട് നമുക്കിതൊക്കെ ഉപയോഗിച്ച് ശീലിച്ചേ മതിയാവുള്ളൂ. ഓരോ ദിവസവും തുടർച്ചയായി പുരോഗമിക്കുന്ന ഈ ഒരു അഫർമേഷൻ, ഓട്ടോ സജഷൻ പ്രക്രിയകൾ നമ്മളെ പതുക്കെ മനസ്സിൻ്റെ നിയന്ത്രണം നേടിയെടുക്കാൻ സഹായിക്കും. ക്രമേണ കൈവിട്ടുപോയ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാകുകയും ചെയ്യും. അതിന് നിരന്തരമായ പ്രയത്നം വേണം. ഡെലിബറേറ്റായിട്ട് പെർസവിയറൻസോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കണം. മനസ്സിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ സാധിച്ചാൽ വിജയവും ലക്ഷ്യപൂർത്തീകരണവും ഒക്കെ വേഗത്തിലാവും. മനസ്സിൻ്റെ നിയന്ത്രണത്തിലേക്ക് നമ്മൾ കീഴടങ്ങാതെ നമ്മൾ മനസ്സിനെ കീഴടക്കി നിയന്ത്രിച്ചാൽ നമ്മുടെ വിജയവേഗം വളരെ വർദ്ധിക്കുകയും ചെയ്യും. കുട്ടിക്കാലം മുതലേ നമ്മുടെ മനസ്സിലെത്തുന്ന അനുഭവ ചിത്രങ്ങളാണ് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളായി മാറുക. ഈ വിശ്വാസ പ്രമാണങ്ങളാണ് നമ്മുടെ വിശ്വാസ രീതികളായും അനുഭവത്തിലെ വ്യത്യസ്തകളായും ഒക്കെ ശരിയും തെറ്റുമായി മാറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വന്നിട്ട് രജിസ്റ്റർ ആവുക. വിശ്വാസത്തിലെയും അനുഭവത്തിലെയും വ്യത്യസ്തമായ കാര്യങ്ങളിൽ ശരിയും തെറ്റുമൊക്കെ ഉണ്ടാവും. അതിൻ്റെ തിരിച്ചറിവിൽ നിന്നാണ് ശരിയായ ബിലീഫ് സിസ്റ്റം സബ് കോൺഷ്യസിൽ കണ്ടീഷൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കോൺക്രീറ്റ് ചെയ്യപ്പെടുക. അവിടെ നിന്നാണ് സന്തോഷകരമായ പല അനുഭവങ്ങളിലേക്കും വിജയങ്ങളിലേക്കും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്. വിശ്വാസ രീതികളിലെ തെളിച്ചവും വെളിച്ചവുമൊക്കെയാണ് ജീവിതത്തിൻ്റെ തിളക്കമായി മാറുന്നത്. നമ്മുടെ പരാജയത്തിൻ്റെയും വിജയത്തിൻ്റെയും തകർച്ചയുടെയും തളർച്ചയുടെയും ഒക്കെ കാരണം ഈ ബിലീഫ് സിസ്റ്റം തന്നെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നാണ് നിങ്ങളുടെ വിജയം ഉണ്ടാകുന്നതും പരാജയം ഉണ്ടാകുന്നതുമെല്ലാം. അപ്പോൾ ഈ വിശ്വാസത്തെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും. അതായത് നിങ്ങൾ കേട്ടിട്ടില്ലേ, നോ മിസ്റ്റേക്ക് നോ സക്സസ്. മിസ്റ്റേക്കുകളില്ലാതെ വിജയമില്ല. സെയിം മിസ്റ്റേക്ക് നോ സക്സസ്. തെറ്റുകൾ ആവർത്തിക്കുന്നത് വിജയത്തിലേക്ക് നയിക്കില്ല. എന്നാൽ കറക്ഷൻ ഓഫ് മിസ്റ്റേക്സ് ഗോയിങ് ടു സക്സസ്. അതായത് നിങ്ങളുടെ തെറ്റുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാകുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നത്. അപ്പോൾ ബിലീഫ് സിസ്റ്റത്തെ തിരുത്തണമെങ്കിൽ എന്ത് ചെയ്യും? അഫർമേഷൻ കൊടുത്തിട്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ശ്വാസം അല്ലെങ്കിൽ വായുവാണ് നമ്മളുടെ ചിന്തകളിൽ നിന്നുള്ള വാക്കുകളെ പുറത്തു കൊണ്ടുവന്ന് റെൻഡർ ചെയ്യുന്നത്. ഈ റെൻഡറിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന വായു അകത്തേക്കും പുറത്തേക്കും കയറി ഇറങ്ങുന്ന വായുവാണ്. ഈ കയറി ഇറങ്ങുന്ന വായുവിനെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ കൂളാക്കാൻ കഴിയും. കുട്ടികളുടെ ചോദ്യ പേപ്പറിൽ കൂൾ ടൈം എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ കൂൾ ടൈമാണ് നമ്മുടെ ജീവനെയും ജീവിതത്തെയും മനസ്സിനെയും ഒക്കെ കൂളാക്കുന്നത്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ കണ്ടംപ്ലേഷൻ, അതായത് മെഡിറ്റേഷൻ, ഇമാജിനേഷൻ, വിഷ്വലൈസേഷൻ, കോൺസെൻട്രേഷൻ ഇവയിലൂടെ നമ്മളുടെ ബിലീഫ് സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഈ തിരിച്ചറിവെടുത്തുകൊണ്ട് നിങ്ങൾ മികച്ച ഒരു നിലവാരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം നന്നാക്കിയെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. മികച്ച വിശ്വാസത്തിലൂടെ ജീവിതം ഏറ്റവും ഉന്നതമായ നിലയിൽ വിജയത്തോടുകൂടി ആസ്വദിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. വീണ്ടും വ്യത്യസ്തമായ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.